2 ദിവസം മുമ്പ് ബുധനാഴ്ച രാത്രി ഏകദേശം 1 മണിയോടുകൂടി ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. എൻ്റെ ഉദ്ദേശം കരിപ്പൂർ എയർപോർട്ടാണ്. അവിടേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത്, ബാല്യകാല സുഹൃത്തും, ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും യൗവനകാലവും, എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പ്രിയ സ്നേഹിതൻ മെഹർ അലി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പലർക്കും അദ്ദേഹത്തെ പരിചയം ഉണ്ടാകും. നല്ല എഴുത്തുകൾ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം, മെഹർ അലി. ഒരുപാട് കാര്യങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവനോട് പറയും, ഞാൻ വരാം, കൊണ്ടുവരാൻ വരാം. നമ്മുടെ ഒരു ബന്ധങ്ങളുടെ ഒരു അതായത് ആ ഒരു എന്താ അത് പറയാ, ഒരുപാട് കാലത്തെ നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലാണ്. അങ്ങനെ രാത്രി 1 മണിയോടെ അലാറം വെച്ച് എഴുന്നേറ്റ് 1:30 മണിയോടുകൂടി ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കരിപ്പൂരിലെ എയർപോർട്ട് 3:30 മണിക്കാണ് അവൻ ലാൻഡ് ചെയ്യുന്നത്. ഒരു 4:30 അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവനെ കണ്ടു, സലാം പറഞ്ഞു, മുസാഫഹത്ത് നൽകി. അവൻ്റെ ലഗേജുകളൊക്കെ, അവൻ്റെ മക്കൾക്കുള്ള ലഗേജുകളൊക്കെ നമ്മളെടുത്ത് വാഹനത്തിൽ കയറ്റി. സുബഹിയോടടുത്ത സമയമാണ്. അപ്പോൾ കരിപ്പൂർ എയർപോർട്ടിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. അവിടെ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. ആ പള്ളി ഓപ്പോസിറ്റ് സൈഡല്ല, അതേ സൈഡിൽ, എയർപോർട്ടിന്റെ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലുമുണ്ട്, അതേ സൈഡിലുമുണ്ട്. അതേ സൈഡിലുള്ള പള്ളിയിലാണ് നമ്മൾ പോയത്. അവിടെ എന്താണ്, കുറച്ച് പുതുക്കി പണിതിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട് പള്ളി. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ മടങ്ങുമ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. അപ്പൊ അത് എന്റെ കൂടി അനുഭവം ആയല്ലോ, ഞാനത് കേട്ടതോടുകൂടി. ഇനിയിപ്പോ നമ്മുടെ ശ്രോതാക്കളുടെയും അനുഭവമായി അത് അവർ കേൾക്കുന്നു. അപ്പൊ അത് വളരെ ഹൃദ്യമായി തോന്നി എനിക്കത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അബ്ദുള്ള, ഇന്ന് ഒമാൻ എന്നാണ് ഞാൻ, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഒമാനിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സീറ്റ് വിൻഡോ സീറ്റാണ് ഫ്ലൈറ്റിൽ. അപ്പൊ എൻ്റെ സീറ്റിൽ ഒരുത്തൻ കയറി ഇരിക്കുന്നുണ്ട്. അപ്പൊ അവനോട് എൻ്റെ സീറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവൻ കരയാണ്, ഭയങ്കര കരച്ചില്. നാട്ടിക്ക് വരുന്ന വണ്ടിയാണ്. ചില സമയത്ത് ഇങ്ങനെ ചെറിയ കുട്ടികള് കരയുമ്പോ ഒരു നെടുവീർപ്പിടുമല്ലോ, അത് വരുന്നുണ്ട്. ചില സമയത്ത് ശബ്ദം വരുന്നുണ്ട്, അവൻ്റെ കരഞ്ഞിട്ട് ഒച്ച വരുന്നുണ്ട്. അപ്പൊ അത്രയും മനസ്സറിഞ്ഞ് കരയുന്ന ഒരാള് കരഞ്ഞോട്ടെ, ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഇവനെന്ത് ചെയ്തു, തൊട്ടടുത്ത സീറ്റിലിരുന്നു. കുറേ കഴിഞ്ഞു, ഇയാൾ കരച്ചിൽ മാറ്റുന്നില്ല. ഇവൻ കരുതി ഇത് ബന്ധപ്പ കരയുന്നു. സാധാരണ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് എല്ലാരും കരയുക, ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സന്തോഷിക്കും. ഇവനത് ചോദിച്ചു, അല്ല സുഹൃത്തെ, എന്താ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ നാട്ടിക്കല്ലേ പോണത്? എൻ്റെ ഉപ്പ മരിച്ചു. അപ്പൊ അതാണ് അയാൾ പറയുന്നത്, എൻ്റെ ഉപ്പ മരിച്ചു. ഉപ്പയുടെ ഓർമ്മകൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കത് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഇയാൾ മറുപടി പറഞ്ഞു. അപ്പൊ എൻ്റെ സുഹൃത്ത് മെഹർ അലി, അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അവൻ പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ ഉപ്പ എനിക്ക് 7-8 വയസ്സ് 10 വയസ്സിന് മുമ്പ് എനിക്ക് എൻ്റെ ഉപ്പ വയസ്സാകുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഉമ്മയും മരിച്ചു. തൊട്ടടുത്ത് എൻ്റെ ജ്യേഷ്ഠനും മരിച്ചു. ഇത് പറയാണ്, മെഹർ അലി പറയാണ്, എൻ്റെ ഉപ്പയും മരിച്ചു, എൻ്റെ ഉമ്മയും മരിച്ചു, എൻ്റെ ജ്യേഷ്ഠനും മരിച്ചു. ഇയാള് പെട്ടെന്ന് സ്റ്റെക്കായി. വാപ്പ മരിച്ചു എന്നതിൽ വിഷമിച്ചിരിക്കുന്ന അയാള് പെട്ടെന്ന് സ്റ്റെക്കായിട്ട് ഇവനെ നോക്കി, എന്നിട്ട് ഒന്ന് ചിരിച്ചു. അപ്പൊ ഈ ഒരു വാക്ക് അയാളെ എത്രത്തോളം ആശ്വാസപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വേണ്ടപ്പെട്ടവരുടെ മരണം, ആ വിരഹവേദന, അത് അസഹനീയമാണ്. അത് അനുഭവിച്ചവർക്കേ അറിയൂ. മാസങ്ങളോളം നമ്മൾ ആ ഒരു വേദനയുടെ ആ ഒരു ഇതിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇവനിത് പറഞ്ഞതോടുകൂടി എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഒരു ജ്യേഷ്ഠനും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് എന്തെന്നില്ലാത്തൊരു ആശ്വാസമായി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ മെഹർ അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം
എഴുത്തായി സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്രചരിപ്പിക്കും. അപ്പൊ ഇതും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാ. അതെ, അപ്പൊ അതിന് മുമ്പ് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു എന്ന് അത് മാത്രമേ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അതിനോട് ചേർത്ത് പറയാവുന്നത് വെച്ചാൽ നമ്മൾ പിന്നെ അനുഭവിക്കുന്നത് നമുക്കത് വലിയ വിഷയമായിരിക്കും. ഉം. എന്നാൽ സമാനമായുള്ള അതേ അവസ്ഥ അനുഭവിക്കുന്ന, അതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരല്പം ആശ്വാസമുണ്ട്. പടച്ചോൻ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ രോഗികളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ആഫിയത്തിലും ജന്നാത്തുൽ ഫിർദൗസിലുമാണ് എന്നുള്ളത് അവിടുത്തെ ആളുകൾ കിടക്കുന്നത് കാണുമ്പോൾ, അനുഭവിക്കുന്ന വിഷമാവസ്ഥകൾ കാണുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് എന്ന് തോന്നുക. അപ്പോൾ ഞാനിത് സാമ്യപ്പെടുത്തുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്നത് വേറൊരാളുടെ തട്ടിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക, മനസ്സിന് വല്ലാത്തൊരു കുളിർ. ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞു വന്ന മെഹ്റലിയുടെ 3 ആൾ മരണപ്പെട്ടു, ഈ കരയുന്ന വ്യക്തിയുടെ ഒരാളെ മരണപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് നാട്ടിലേക്ക് വരുമ്പോഴേ ഇപ്പൊ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിയിട്ടാണ് ഈ ഒരു മരണസമയത്തുള്ള കരച്ചിൽ അവർക്ക് വരുന്നത്. കരയും സംഭവം, ആരാണെങ്കിലും കരഞ്ഞു പോയി, എത്ര കഠിന ഹൃദയനാണെങ്കിലും തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ കരയും. ഇപ്പൊ ഈ പറയപ്പെട്ട വ്യക്തികൾക്കൊക്കെ, ഈ മരണം പ്രതിപാദിക്കപ്പെട്ട വ്യക്തികൾക്ക് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. പ്രത്യേകം ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ചെയ്യും.